ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ദൈവത്തിൻ്റെ അതേ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ. കൂടാതെ മനുഷ്യരുടെ ശരീരം ദൈവത്തിൻ്റെ ആലയവും കൂടിയാണ്. ശിശുക്കളാണെങ്കിൽ അവരുടെ ഹൃദയം നിഷ്കളങ്കമാണ്. എപ്പോഴും ദൈവം ഉള്ളിൽ വസിക്കുന്നുണ്ട്. അവരെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈശോയെ തന്നെ സ്വീകരിക്കുന്നു. അതിലൂടെ നമ്മൾ പിതാവായ ദൈവത്തെ സ്വീകരിക്കുകയാണ്. ശിശുക്കൾ പ്രത്യേകിച്ച് കഴിവുകളോ സമ്പാദ്യങ്ങളോ ഒന്നും ഇല്ലാത്തവരാ. അവർ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ചുറ്റിലുമുള്ള എല്ലാവരും നമുക്ക് ശിശുക്കളാണ്. അവരെ നമുക്ക് സ്വീകരിക്കാം. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ എന്ത് ചെലവ് വേണ്ടി വന്നാലും മറ്റുള്ളവരെ ആശ്രയിച്ചാണ് അവർ കഴിയുക. അവർ സമ്പത്തിൽ ശിശുക്കളായവരെ നമുക്ക് സ്വീകരിക്കാം. ആരോഗ്യമില്ലാത്തവർ, കഴിവില്ലാത്തവർ, രോഗികളായിട്ടുള്ളവരുണ്ട്. അവർ എന്തിനും ഏതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ. അവർ ശിശുക്കളാണ്. അവരെ നമുക്ക് സ്വീകരിക്കാം. കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ സ്നേഹം കിട്ടാത്തവർ ശിശുക്കളാണ്. അവരെ നമുക്ക് സ്വീകരിക്കാം. മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടാത്തവരുണ്ട്. അവരും ശിശുക്കളാണ്. നമുക്ക് അവരെ സ്വീകരിക്കാം. അതിലൂടെ ഈശോയെ, പിതാവായ ദൈവത്തെയും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.